ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ നടന്നാൽ മതി, പിന്നെ കുറേ കാര്യങ്ങൾ ഒപ്പം വന്നോളും. അതിന് വേണ്ടി നമ്മൾ നടക്കാൻ തയ്യാറാണെന്ന് ഉറപ്പിക്കുക. നമ്മൾ നടക്കുന്നുണ്ട്, അൾട്ടിമേറ്റ്ലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി റിസൾട്ട് ഇല്ലെങ്കിൽ കൂടി ഞാൻ എൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് കിട്ടില്ലായിരിക്കും, പക്ഷെ കിട്ടാനും സാധ്യത ഉണ്ട് അവിടെ. ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടാനില്ല. നമുക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് കുറച്ച് ഞാൻ മടുക്കും. നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ മുന്നോട്ട് നീങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മൾ കാരണം അവരും വിജയിച്ചു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഡിസിഷൻ എടുത്തു, എന്തായാലും നമുക്ക് ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി വേറൊരു ചാൻസ് ഇല്ല, ചാൻസ് ഇതാണ്. നമുക്ക് റിസ്ക് എടുക്കാതെ മുന്നോട്ട്, അത് ഏത് ഫീൽഡിലാണെങ്കിലും ഏത് പോയിന്റിലാണെങ്കിലും, ഇപ്പോൾ ജോബ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്കുകൾ വേറെയാണ്. അപ്പോൾ ഏത് റിസ്ക്കാണ് എനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു എക്സാം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ജോബിന് പോയിട്ടോ നമുക്ക് ലോങ് റണ്ണിൽ സാധിക്കില്ല, അതിൽ നിലനിൽക്കാൻ സാധിക്കില്ല. വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ പോയിട്ട് പഠിക്കുക, തിരിച്ച് ശനി ഞായറും നാട്ടിലേക്ക് വരിക. അത് ഒരു റിലാക്സേഷൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമ്മൾക്ക് ഒരു മെഷീൻ അല്ലല്ലോ, നമ്മൾ സ്കോർ അക്കാഡമിയിലല്ലാതെ വേറൊരു ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇത് എത്ര പഠിക്കാനുള്ള വെച്ചാൽ അറിയില്ല, സിലബസ് പറഞ്ഞാൽ വൈഡാണ്, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് വേണ്ടു. ഈ ഒരു എക്സാമിനെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, വേറെ എനിക്ക് ആരോടും ബോധിപ്പിക്കാനില്ല ഞാൻ അത്ര പഠിച്ചു എന്നുള്ളതോ. അവിടെ എക്സാം വരുമ്പോൾ എക്സാമിന് ഇത്രയൊക്കെ അറിയണം, അത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ക്ലാസ്സസ് കാണും, അത് വൃത്തിയായിട്ട് നോട്ട് എഴുതും, അത് കമ്പൽസറി ആയിരുന്നു. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് വേണം. എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം എന്നാണ് സാർ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഞാൻ അത് നോക്കിയത്. സിലബസ് സാർ ഒരു ടൈം ടേബിൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് പറ്റുമോ അറിയണമല്ലോ. ആ ടൈം ടേബിൾ ഞാൻ വെറുതെ എഴുതി നോക്കി, അതിൽ ഏതൊക്കെ പോർഷൻസാണ് നോക്കേണ്ടത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചൊക്കെ പറഞ്ഞത് സാധനമായിരുന്നു. പക്ഷെ അത് ക്വസ്റ്റ്യനിൽ വന്നിരുന്നു. പ്രിപ്പയർ ചെയ്യാനും എക്സാം എഴുതാനും പറ്റിയ മൈൻഡ് സെറ്റ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കത് പ്രിപ്പറേഷൻ പറ്റൂ. അതൊരു മൈൻഡ് സെറ്റ് ചിലത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കണ്ടീഷൻ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള സിലബസ് കുറേ ഉണ്ട്. അത് ഏത് സിലബസ് നോക്കിയാലും ഏത് എക്സാം നോക്കിയാലും ധാരാളം സിലബസിൽ കുറേ പോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ നിന്നും വരില്ല. എവിടുന്നാ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടത്, എപ്പോൾ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, ഇതാണ് എൻ്റെ പോയിന്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്, അങ്ങോട്ട് ഓടിക്കോളുക. എല്ലാവർക്കും നമസ്കാരം, സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്ലിയർ ചെയ്ത വിഷ്ണുവാണ്. വിഷ്ണു എങ്ങനെയാണ് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്തത്, വിഷ്ണുവിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു, എന്തൊക്കെ ഹേർഡിൽസ് ആണ് വിഷ്ണു ഓവർകം ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിഷ്ണുവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വിഷ്ണു നമസ്കാരം. നമസ്കാരം സാർ. ആദ്യം തന്നെ വിഷ്ണു സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? വിഷ്ണുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് എത്തിയത്? പേര് വിഷ്ണു എന്നാണ് സാർ പറഞ്ഞത് തന്നെ. മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അവിടെ പുലാമന്തോൾ പഞ്ചായത്തിലാണ് വീട് വരുന്നത്, പ്രോപ്പറായി പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ 2016 പാസ് ഔട്ടാണ്. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചിട്ടായിരുന്നു. ഇലക്ട്രിക്കൽ ബേസ്ഡിലാണ്, ബിടെക് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് കാലം ഒരു 5-6 വർഷത്തോളം കോൺട്രാക്ട് ബേസ്ഡ് ഒരു സെക്ടറിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നീട് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ആയിട്ട് വന്ന ഒരു ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തില്ല. അതിൻ്റെ മുന്നേ റിസൈൻ ചെയ്തിട്ടാണ് ഈ ജോബിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ഡിസിഷൻ ആയിരുന്നു. നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇതാണ്. അപ്പോൾ നമ്മൾ അതുവരെ സഞ്ചരിച്ചു വന്നിരുന്ന പാതയിൽ നിന്ന് വേറൊരു വഴിക്കാണ് പോകുന്നത്. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന് ഏജ് ഒരു ഫാക്ടറായിരുന്നു. നമുക്ക് 30 വയസ്സ് ഏകദേശം ആകുമ്പോഴാണ്, 28ാമത്തെ വയസ്സിലാണ് ഞാൻ ഇൻഷുറൻസ് സെക്ടറിൽ ജോയിൻ ചെയ്യുന്നത്. മിക്കവാറും ഒരു 30 വയസ്സോട് കൂടി നമുക്ക് എല്ലാതും നമ്മുടെ മുന്നിലുള്ള വാതിലുകളൊക്കെ ഏകദേശം എല്ലാം ക്ലോസ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ആ സെക്ടറിൽ വർക്ക് ചെയ്യണമായിരുന്നു, കണ്ടിന്യൂ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു വഴി കണ്ടെത്തണം. എനിക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ആഗ്രഹിച്ച ഒരു സെക്ടറിലേക്ക്, അല്ലെങ്കിൽ അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈമായിരുന്നു. അപ്പോൾ അന്നെടുത്ത ഡിസിഷനാണ് നമ്മളിതിന് ഫോക്കസ് ചെയ്തിട്ട്. അതുവരെ ഫോക്കസ്ഡ് ആയിരുന്നു വെച്ചാൽ ആയിരുന്നില്ല. നമ്മളെല്ലാ എക്സാമും എഴുതുക, പാസ് ഔട്ട് ആയതിനു ശേഷം തന്നെ എക്സാം എഴുതുന്നുണ്ടോ വെച്ചാൽ എക്സാം എഴുതുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന എല്ലാ എക്സാംസും. ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ബിടെക് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമും എഴുതാൻ പറ്റും, ടെക്നിക്കൽ ബേസിൽ എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ ഫോക്കസ്ഡ് ആയിരുന്നില്ല, പറ്റാവുന്ന എക്സാമുകൾ അപ്ലൈ ചെയ്യും. പക്ഷെ ഒപ്പം ഒരു ജോബ് ഉണ്ട്, അതിൻ്റെ ഒപ്പം പഠിക്കാന്ന് അത്ര ആവശ്യമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനീഷ്യൽ ടൈമിൽ നമുക്കൊരു ഇൻകം വേണ്ടിയിരുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നു, അപ്പോൾ നമുക്ക് ഇൻകം ഉണ്ട്, അത്ര വലിയ സ്ട്രെസ് തോന്നിയില്ല. ഒരു ക്ലിയർ ഗോൾ ഉണ്ടായിരുന്നില്ല. ഇല്ല.
ഗോള് വന്നത് ഈ പറഞ്ഞ മാതിരി കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഒരു സെക്യൂർഡ് ആയിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഒരു നമ്മള് ഒരു ദീർഘദൂരത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇനി എന്താ എവിടെ എത്തും എന്നുള്ളത്. ഇത് ഉണ്ടോ വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെ വെച്ച് സ്റ്റോപ്പ് ആവും അറിയില്ല. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് വിചാരിച്ചു എന്നാ ഇനി നോക്കാം, കുറച്ചും കൂടി ഓർഗനൈസ് ആയ രീതിയിൽ പഠിച്ചു തുടങ്ങാന്ന് വെച്ചു. പഠിച്ചു തുടങ്ങിയിട്ടില്ല, തീരുമാനം എടുത്തു അങ്ങനെ വേണം, എന്തായാലും ഒന്ന് നോക്കണം. അപ്പൊ എനിക്ക് അന്ന് തോന്നിയത് ഒരു ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിലേക്കുള്ള എക്സാമുകൾക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മാത്സും റീസണിങ്ങും നമുക്ക് ഓക്കെ ആയിരുന്നു. ബിടെക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആ രണ്ടും ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. പക്ഷേ ഇംഗ്ലീഷ് വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അത് പൊതുവെ ഞാൻ കണ്ട കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. ഇംഗ്ലീഷിലാണ് നമുക്ക് ഡിഫറൻസ് പെട്ടെന്ന് തോന്നുക. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഓക്കെ ആയിരിക്കും. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് മാർക്ക് കൂടി തുടങ്ങി. അപ്പൊ ചില 2020-2021 ശേഷം എല്ലാ പ്രിലിംസും SSC പ്രിലിംസും ആണെങ്കിലും അന്നത്തെ NTPC 2023-2022 കാലഘട്ടത്തിലാണ്. അപ്പൊ 2019 വിളിച്ചു വെച്ചാലും എക്സാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന്റെ പ്രിലിംസ്, അതിന്റെ മെയിൻസ് കംപ്ലീറ്റ് ആയി വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് CBT പ്രോഗ്രസ് കാണാൻ തുടങ്ങി. നമുക്ക് തോന്നി അത് ശരിയാവും. പക്ഷെ അപ്പോഴും ഫോക്കസ്ഡ് ആണോ വെച്ചാൽ അല്ല. ഈ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം വിളിക്കുമ്പോഴായിരിക്കും അത് ഇതിനേക്കാൾ നല്ലത് അതാണോ, അത് വേണോ, ഏത് വേണമെന്ന് ഡിസിഷൻ അപ്പോൾ എടുത്തില്ല. പക്ഷെ ഇങ്ങനെ ബാങ്കിങ്ങിന് എഴുതാറുണ്ട്, അതിന്റെ ഒപ്പം ഏതെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതും എഴുതും. അങ്ങനെയായിരുന്നു പോയിരുന്നത്. അങ്ങനെ ആണ് ഈ ഇൻഷുറൻസ് സെക്ടറിൽ ജോയിൻ ചെയ്യുന്നത്. അതിൽ കിട്ടി, അത് ഇന്റർവ്യൂ ഓക്കെ ആണ്. വലിയ അത്ര ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നില്ല, എന്നാലും ക്ലിയർ ചെയ്ത് നമ്മളെ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടി ഇതിന്റെ ബേസിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അതല്ല നമ്മുടെ ആ ജോബ് പ്രൊഫൈൽ ആയിരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഇത് ഡിസിഷൻ എടുക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് കാലതാമസം വന്നു. സ്റ്റാർട്ട് ചെയ്ത് കുറെ മുന്നേ ആണെങ്കിലും ആ സ്ഥലത്ത് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുത്തു. ഒരു ക്ലിയർ ഗോളും ഐഡന്റിഫൈ ഇല്ല, അതുവരെയും സമയം എടുത്തിട്ടില്ല. ഒന്നാമത് ഞാൻ ടൈം അതിന് പഠിക്കാനായിട്ട് അത്ര അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചില്ല. നമ്മുടെ എല്ലാ പരിപാടിയുടെ ഒപ്പം പഠിത്തം ഉണ്ടോ വെച്ചാൽ ഇന്ന് നോക്കി വെച്ചാൽ ഉണ്ട്, അടുത്ത ദിവസം നോക്കി ചിലപ്പോൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചില ദിവസങ്ങളിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ട് പഠിച്ചു വരും. പക്ഷെ അത് അടുത്ത ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നില്ല, കൺസിസ്റ്റൻസി തീരെ ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് തന്നെ അറിയാം. പക്ഷെ നമുക്ക് റിലാക്സ് ആയിരുന്നു. ഒരു ജോബ്, ഏതെങ്കിലും ജോബ് കിട്ടുന്നില്ല, നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ജോബ് ആണെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് അനാഥപ്പെടില്ല. ഒരു ജോബ് അവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇൻകം തരുന്ന ഒരു ജോബ് ഉണ്ടല്ലോ എന്നുള്ളൊരു അതുകൊണ്ട് ആ റിലാക്സിൽ ഇങ്ങനെ പോയി. ബാക്കിയൊക്കെ നടക്കുന്ന വെച്ച് പോവായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുഴപ്പമില്ലാത്ത ഈ ഒരു എക്സാം, അത് കുറച്ചും കൂടി നന്നായി നോക്കിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവുക. അതുവരെയുള്ള എല്ലാ എക്സാമെങ്കിലും ക്ലിയർ ചെയ്യണം എന്ന് തോന്നിക്കൊണ്ട് അത് കിട്ടി. പക്ഷെ അത് നമ്മുടെ ജോബ് പ്രൊഫൈൽ ആയിരുന്നു വെച്ചാൽ ആയിരുന്നില്ല. അപ്പൊ തിരിച്ചു വന്നു. പിന്നെ അതൊന്ന് തീരുമാനിച്ചു, നമുക്ക് ഇത് ഇനി ഈ 30ാമത്തെ വയസ്സ് എത്താറായി. അപ്പോൾ ഒരു മെയിൻ സ്ട്രീമിലുള്ള എല്ലാ എക്സാംസും 30ന്റെ ഉള്ളിൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ചാൻസ് ഇല്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാനോ വേറൊരു വഴിക്ക് ടേൺ ചെയ്ത് പോകാനോ അവിടെ ഡിസിഷൻ എടുക്കണമായിരുന്നു. അപ്പൊ തോന്നി ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ ഒരു അവസരമില്ല. അപ്പോൾ അതിന് റിസൈൻ ചെയ്തു. അതിന്റെ കറക്റ്റ് ടൈമിലാണ് ഏകദേശം റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതും. അപ്പോഴാണ് ഇലക്ട്രിക്കൽ ഞാൻ അതുവരെ ഫോക്കസ് ചെയ്യാത്തത്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. ടെക്നിക്കൽ എക്സാം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഡിസിഷൻ എടുത്തു, എന്തായാലും നമുക്ക് ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി വേറൊരു ചാൻസ് ഇല്ല, ചാൻസ് ഇതാണ്, ഇത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അതിനൊപ്പം തന്നെ എൽ പിയുടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 2-3 എക്സാം ഒരുമിച്ച് വരുവാണ്. പിന്നെ റെയിൽവേയുടെ തന്നെ എല്ലാ എക്സാമിനും ഫോർമാറ്റ് ഏകദേശം ഒരേ മാതിരിയാണ്. NTPC ആണെങ്കിലും ALP ആണെങ്കിലും അതുപോലെ തന്നെ JEE ആണെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് എല്ലാതും ഏകദേശം ഒരു മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ GKയും ജനറൽ സയൻസും ഉണ്ട്. ഇതൊക്കെ മെയിൻ ഉപകാരം തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത് റെയിൽവേക്ക് പഠിക്കുമ്പോൾ, ഞാൻ സ്റ്റേറ്റ് സിലബസ് വരുന്നതാണ്, അതുകൊണ്ട് മാത്രമല്ല സ്റ്റേറ്റ് സിലബസ് നന്നായി പഠിക്കുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇംഗ്ലീഷ് ഭയങ്കര ടഫുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അത് ഞാൻ എത്ര സ്കോർ ചെയ്താലും നെഗറ്റീവ് ആണ് എനിക്ക് വരാറ്. ഞാൻ ഇപ്പൊ 30 അറ്റൻഡ് ചെയ്താലും, ഇതെങ്ങനെ അറിയാം വന്നത്, 30 അറ്റൻഡ് ചെയ്താലും നെഗറ്റീവ് മാർക്കാണ് എനിക്ക് വരാറ്. അതിന്റെ നെഗറ്റീവ് കൂടി മറ്റേനെ ബാധിക്കും. അപ്പൊ അത് കാരണം ഇംഗ്ലീഷ് ഇല്ലാത്തൊരു എക്സാം, എന്നാൽ നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന സാധനം. ഈ ടെക്നിക്കൽ ഫീൽഡ് തന്നെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതുവരെ അതിനെക്കുറിച്ച് അത്ര കൺസേൺ ആയിരുന്നില്ല. പക്ഷെ അങ്ങനെ തോന്നി, എന്തായാലും ആ സമയത്ത് അങ്ങനെ തോന്നി. പഠിച്ചല്ലാതെ നിവർത്തില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഡിസിഷൻ എടുത്തു, മുന്നോട്ട് നീങ്ങി.
നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രിപ്പയർ ചെയ്തൊരു ജോലിയിലേക്ക് എത്തി. അപ്പൊ അത് എനിക്ക് പറ്റിയൊരു ഫീൽഡ് അല്ല എന്ന് മനസ്സിലാക്കി അത് റിസൈൻ ചെയ്തു. അപ്പൊ അതൊരു വലിയ റിസ്ക് അല്ലേ? കാരണം ഈ പറയുന്ന പോലെ റിസൈൻ ചെയ്തിട്ട് വീണ്ടും ബാക്ക് ടു സീറോ വന്ന് വീണ്ടും ഒരു പുതിയ മേഖലയിലേക്ക് പഠിക്കുക. അതൊരു ടെക്നിക്കൽ എക്സാമിന് പഠിക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ്ങും അതുപോലെ തന്നെ ഒരു റിസ്ക് നല്ലൊരു റിസ്ക് അല്ലേ അത്? അതെങ്ങനെയാണ് ആ ഒരു റിസ്കിനെ ഹാൻഡിൽ ചെയ്തത്? ആ ഒരു പ്രഷറിനെ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്? അതിനേക്കാൾ വലിയ റിസ്ക് ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്താൽ മെയിൻ ഓക്കെ. റിസ്ക് ഞാൻ ശരിക്കും ഒരു പാമ്പും കോണി മാതിരിയാണ് കണ്ടിരുന്നത്. ഞാൻ എവിടെ ഒരു 50ലോ 60ലോ എത്തിയിരുന്നു, പക്ഷെ 100 വരെ എത്താറുണ്ട്. അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പാമ്പിന്റെ വഴിപ്പെട്ടിട്ട് തിരിച്ചു പോരും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോ 50 തന്നെ തിരിച്ചു പോകുന്ന പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടുമല്ലോ. നമുക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എത്താനുള്ള ടൈം അത്ര ടൈമേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഇനി 70 പോയി തിരിച്ചു വരണേക്കാൾ നല്ലതല്ലേ 50ലോ 40ലോ എത്തിയ സാധനം തിരിച്ചു വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പൊ പിന്നെ അതിന് ഈ സ്കോർ അക്കാഡമിയുടെ ഞാൻ കുറച്ച് വീഡിയോസ് ജസ്റ്റ് നോക്കിയിരുന്നു. നമ്മള് എന്തായാലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമല്ലോ. ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, അതിന്റെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അക്കാഡമീസ്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അതുമായിട്ട് യൂട്യൂബാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാറുള്ളതല്ലോ, പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ സ്കോർ അക്കാഡമിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു, എങ്ങനെയൊക്കെയാണ് അതിന്റെ വരുന്നത്, ചാർജസ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ക്ലാസ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തോന്നി എന്നാ നമുക്ക് പറ്റാവുന്ന ഒരു ക്ലാസ് ഉണ്ട് അവിടെ. നമ്മൾ ഒന്നുമില്ലാതെ ഇറങ്ങണ മാതിരിയല്ല. അപ്പൊ ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു ഇത്രയും 7 വർഷത്തോളം സെൽഫ് സ്റ്റഡി ചെയ്തിട്ടാണ്. അത് അത്രത്തോളം എഫിഷ്യന്റ് ആണോ വെച്ചാൽ നമ്മള് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി വരെ നമ്മൾ പഠിച്ചത് ഒരാൾ പറഞ്ഞിരുന്നു, കേൾക്കണു, അതെ. പഠിക്കണു. അതെ. അതുമായി ബന്ധപ്പെട്ടൊരു എക്സാം വരും. അതെ. അതെ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഒരു സെൽഫ് സ്റ്റഡി പറയുമ്പോൾ അതിന് പറ്റാവുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ. പക്ഷേ അതിന് ടൈം കൺസ്യൂമിംഗ് ആണ്. വളരെയധികം നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ ടൈം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എഫേർട്ട് കൊടുക്കേണ്ടി വരും. എവിടെയാണ് എങ്ങനെയാണ് തുടങ്ങുന്നത് വേറെ ആരും പറഞ്ഞു തരാനില്ലല്ലോ. ആഹാ. നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. എവിടുന്നാ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടത്, എപ്പോൾ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, അതിന് ഓരോ എന്താ പറയുക, ഓരോ പോയിന്റിലും എത്രത്തോളം ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏത് പോയിന്റിലാണ് ഫോക്കസ്. നമുക്ക് പഠിക്കാനുള്ള സിലബസ് കുറേ ഉണ്ട്. അത് ഏത് സിലബസ് നോക്കിയാലും ഏത് എക്സാം നോക്കിയാലും ധാരാളം സിലബസിൽ കുറേ പോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടുന്നൊന്നും വരില്ല. നമ്മൾ കാണാത്ത ഏതെങ്കിലും പോയിന്റോ, അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഏതെങ്കിലും പോയിന്റോ, അത് എവിടെയും നമുക്കറിയില്ല. അത് നമുക്ക് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷെ അതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വന്നാൽ നമുക്ക് അറിയില്ല. കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോകും. നമ്മൾ ഉദ്ദേശിച്ച ആൻസർ ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ വരിക. അപ്പോൾ അതും കൂടി ഫോക്കസ് ചെയ്തിട്ട് വേണമല്ലോ പഠിക്കാൻ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫോക്കസ് വേണം എന്നൊക്കെ തോന്നിയപ്പോൾ ഇങ്ങനൊരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഞാൻ തയ്യാറാണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാതെ മുന്നോട്ട്, അത് ഏത് ഫീൽഡിലാണെങ്കിലും ഏത് പോയിന്റിലാണ്, ഇപ്പൊ ജോബ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ റിസ്കുകൾ വേറെയാണ്. അപ്പോൾ ഏത് റിസ്ക് ആണ് എനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു എക്സാം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ജോബിന് പോയിട്ടോ നമുക്ക് ലോങ് റണ്ണിൽ സാധിക്കില്ല, അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. നമ്മൾ കണ്ടന്റഡും ആയിരിക്കില്ല. നമുക്ക് മടുത്തു. എന്തിനാ ഇത്രയും പഠിച്ച, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത്രയും കാലം കഷ്ടപ്പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒരു ഇതൊക്കെ റിസ്ക് ആയിട്ടില്ല, എനിക്ക് അതാണ് ഒരു റിലീഫായി തോന്നി. നമ്മൾ പഠിച്ച് ഇനി സമയമുണ്ട്, കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ എന്നാലും പഠിക്കാൻ അവസരം ഇപ്പൊ ബാക്കിയുണ്ട്. ഇനി പിന്നീട് പോയിട്ട് തിരിച്ചു വരുന്നേക്കാൾ നല്ലത് ഇപ്പൊ തീരുമാനിക്കുകയാണ് നല്ലത് തോന്നി. അതിന് പല പല കാരണങ്ങൾ, ഫാമിലിയുടെ കുറച്ച് സപ്പോർട്ട് ഉണ്ട്, നമ്മളെ പാർട്ണറായി വരുന്ന ആളുടെ സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ അതുപോലെ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എപ്പോഴും ഉണ്ടാവുമല്ലോ. അവരുണ്ടെന്നുള്ള ഒരു ഉറപ്പും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല എന്തായാലും, ഒരു കൂട്ടാൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വിരലുണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നമ്മളെ മനസ്സിലാക്കാവുന്ന കുറച്ച് ആൾക്കാരൊപ്പം ഉണ്ടെന്നൊരു തോന്നലും ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു റിസൈൻ ചെയ്തൊരു പ്രിപ്പറേഷനിലേക്ക് എത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പറേഷനിലേക്ക് വന്നപ്പോൾ നേരിട്ട പ്രധാന ചലഞ്ചസ് എന്തൊക്കെയാണ്? അത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇതുവരെ ഒരു കോച്ചിങ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ഇല്ലാതെ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഇപ്പൊ റിസൈൻ ചെയ്ത് പിന്നെ ഈ RRB JEE വേണ്ടി തന്നെ പഠിച്ചേക്കാം ഒരു ഗോൾ മുന്നിൽ വെച്ച് പഠിച്ചു തുടങ്ങി. അപ്പോൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു? അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? പ്രതിസന്ധി പറഞ്ഞാൽ സാറ് മാത്സും റീസണിങ് ഞാൻ സാറ് പറയുന്നില്ല, നമുക്കത് അത്ര വലിയ ടഫ് ആയിരുന്നില്ല. ഇപ്പൊ ഇനീഷ്യൽ CBT 1 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അതിന്റെ മുന്നേ പ്രിലിംസ് ഒക്കെ പാസ്സായി പോരാൻ പറ്റാറുണ്ട്. നമുക്ക് അൾട്ടിമേറ്റ് ഈ ഘട്ടത്തിൽ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. CBT 1 നമുക്ക് പറയാം, ഞാൻ CBT 1 പാസ്സായിട്ടുണ്ടെന്ന് ആരോടെങ്കിലും പറയാം.
അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു വേറൊന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ആദ്യത്തെ സ്റ്റേജ് നമ്മൾ എങ്ങനെയാലും കടക്കുന്ന ഉറപ്പായിരുന്നു. പിന്നെ എനിക്ക് എന്തായാലും ഈ സപ്പോർട്ട് ആവശ്യം ആവാണ്. ആ ഒരു ഘട്ടത്തിൽ സ്കോർ അക്കാഡമിയുടെ കോഴ്സ് എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ സ്കോർ അക്കാഡമി മാത്രമല്ല, ഞാൻ വേറെ കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാൻ കാരണം. അതിന് ഒന്നാമത് വീഡിയോ ക്വാളിറ്റി പ്രധാനമാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ കണ്ടു തീർക്കാനുള്ളതാണ്. അത് നമുക്ക് ആ ക്വാളിറ്റിയിൽ കണ്ടെത്തണം. അതുപോലെ തന്നെ കണ്ടന്റ്, നമുക്ക് തരുന്ന കണ്ടന്റ് അതിന് മുന്നേ എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം എന്ന് സാർ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഞാൻ അത് നോക്കിയത് സിലബസ് സാർ ഒരു ടൈം ടേബിൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് പറ്റുമോ അറിയണമല്ലോ. ആ ടൈം ടേബിൾ ഞാൻ വെറുതെ എഴുതി നോക്കി. അതിൽ ഏതൊക്കെ പോർഷൻസ് നോക്കേണ്ടത്. ഇപ്പോൾ പി എസ് സിയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കറക്റ്റ് 10 മാർക്ക് വെച്ചിട്ട് 10 ടോപ്പിക്ക് കവർ ചെയ്താൽ മതി. അത് നമുക്ക് ആ 10 അത് ഉറപ്പാണ്. ആ ടോപ്പിക്കിന് 10 വരുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെ ആയിരുന്നില്ല. അതിൽ നമ്മൾ മെഷീൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വെയിറ്റേജ് കൂടുതലാണ്. വെയിറ്റേജ് വളരെ കൂടുതൽ. 20-25 മാർക്കൊക്കെ വരാറുണ്ട് മെഷീൻസിന് മാത്രം. സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ 100 മാർക്കിൽ 75 മാർക്കും 25 മാർക്കോളം വരുന്നത് ഈ മെഷീൻസ് മാത്രം. പിന്നെ ചിലപ്പോൾ അത് കൂടാൻ കുറയാം, അതൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് കുറച്ചുകൂടിയും അത് കുറേ ഏരിയ കവർ ചെയ്യാണ്ട്, പിന്നെ അത് ഫിക്സഡ് അല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ വേണം. എനിക്കത് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന സമയമില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്ന, പറഞ്ഞുതരാൻ അറിയാവുന്ന ഒരാളൊപ്പം വേണം. അങ്ങനെയാണ് സ്കോർ അക്കാഡമിയൊപ്പം ഞാൻ കൂടിയത്. അത് എനിക്ക് ബെനിഫിഷ്യൽ ആയി തോന്നുകയും ചെയ്തിട്ടുണ്ട്. പല ഘട്ടങ്ങൾ ഞാൻ ആ സമയത്ത് പഠിച്ചിരുന്നത് വീട്ടിൽ നിന്ന് വിട്ടുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ റിസൈൻ ചെയ്തു, തിരിച്ചു വന്നു. പിന്നെ ഞാനൊരു കുറച്ച് വിട്ടിട്ട് കോഴിക്കോടാണ്, നാട് വരുന്നത് മലപ്പുറമാണ്. കോഴിക്കോട് ഒരു റീഡിംഗ് റൂം മാതിരി എടുത്തു. പിന്നെ ഒരു ലൈബ്രറി, അവിടെ തന്നെ പ്രൈവറ്റ് ഒരു ലൈബ്രറി യൂസ് ചെയ്തായിരുന്നു. ഈ അവിടെ ആയിട്ട് വീട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ അവിടെ പോയിട്ട് പഠിക്കുക. തിരിച്ച് ശനി ഞായർ നാട്ടിലേക്ക് വരിക. അത് ഒരു റിലാക്സേഷന്റെ ഭാഗമായിട്ടാണ്. കാരണം നമുക്ക് ഒരു മെഷീൻ അല്ലല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് മടുക്കും. അത് ഏത് ഇതാണെങ്കിലും അതുവരെ നമുക്ക് എത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു റിലാക്സേഷന്റെ ഭാഗമായിട്ട് തിരിച്ചു വരും. പിന്നെ തിരിച്ച് അതേമാതിരി നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കാൻ മതി. ഒരു ബോർഡിംഗ് സ്കൂൾ പോലെ എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളുണ്ട്. ആ സ്കൂളിൽ പഠിക്കുക, തിരിച്ചു പോയതാണ്. വയസ്സ് കുറച്ച് 30 ആയെങ്കിൽ കൂടി ആ ഒരു ടൈം എനിക്ക് അന്ന് കുറച്ചുകൂടി നമ്മൾക്ക് കറക്റ്റായി പോയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതേമാതിരി തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നത്. അപ്പോൾ ക്ലാസ്സസ് കാണും, അത് വൃത്തിയായിട്ട് നോട്ട് എഴുതും. അത് കമ്പൽസറി ആയിരുന്നു എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് വേണം. ഞാൻ സ്ക്രീനിൽ കണ്ട കാര്യം മനസ്സിലേക്ക് എടുത്തോ എന്നല്ലേ ഉറപ്പ് വരുത്താൻ ഇവിടെ ഉണ്ടാവണത്. അത് നോട്ട് എഴുതി കംപ്ലീറ്റ് ആയാലേ ആ ടോപ്പിക് എൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ അവസാനിപ്പിക്കാറുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞു CBT 1 കഴിഞ്ഞു, റിസൾട്ട് വന്നു. അത് 1 വരുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഏകദേശം സ്കോർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഷുവറാണ്, പഠിച്ചേ പറ്റൂ. CBT നമ്മൾ പഠിക്കണം, അതിനെ ഉറപ്പിച്ച് നിൽക്കായിരുന്നു. എന്ത് വേണമെന്ന് സംശയം ഉണ്ടായിരുന്നു, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിസിഷൻ എടുത്തു, ഇങ്ങനെ ഫോളോ ചെയ്തു. CBT 2 പക്ഷേ നമുക്ക് 2 പ്രാവശ്യം എഴുതേണ്ടി വന്നു. ഒരു തവണ ക്യാൻസൽ ആയി. പക്ഷെ അന്ന് ഭയങ്കര സങ്കടമായി തോന്നിയിരുന്നു. അത് പിന്നീട് അത് സന്തോഷമായി മാറുകയും ചെയ്തു. നമുക്ക് ഇതിന്റെ ഫസ്റ്റിൽ കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ടൈം കിട്ടി, പക്ഷെ കോമ്പറ്റേറ്റേഴ്സ് അതേമാതിരി തന്നെ. ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആകുമ്പോൾ അപ്പുറത്തുള്ള ഒരാളും നമുക്ക് എന്തായാലും ഉണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യാൻ ഒരാൾ അപ്പുറത്ത് എന്തായാലും ഉറപ്പിക്കണം. ഓടാൻ എന്തായാലും അപ്പുറത്ത് ആളുടെ അയാളുടെ മുന്നിൽ നമ്മൾ എത്തിയാലേ നമുക്ക് ആ ജോബ് കിട്ടുള്ളൂ. അപ്പോൾ ആ കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് കണ്ടിരുന്നത്. വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ റീഡിംഗ് റൂം ഒക്കെ എടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സീരിയസ് എഫേർട്ട് ഇതിന്റെ പിന്നിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് എഫേർട്ട് എടുത്താൽ ഇത് കിട്ടൂ എന്ന് വിഷ്ണു തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? സാർ, എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. വേറെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ നമുക്ക് മൈൻഡ് വേണം ആദ്യം. പ്രിപ്പയർ ചെയ്യാനും എക്സാം എഴുതാനും പറ്റിയ മൈൻഡ് സെറ്റ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കത് പ്രിപ്പറേഷൻ പറ്റുള്ളൂ. അതൊരു മൈൻഡ് സെറ്റ് ചിലത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കണ്ടീഷൻ ഉണ്ട്. നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് വീടിൻ്റെതായ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് അവിടെ നമ്മൾ ഇതുവരെ ജീവിച്ച ഒരു രീതി ഉണ്ടാവും. അതിൽ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അതിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവിടെ നിന്ന് പോകും. അവിടുന്ന് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാണെങ്കിലും ഇതിപ്പോൾ നമ്മൾ പോകുന്ന അതിന് ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് സ്റ്റെബിലിറ്റി വേണം. സേവിങ്സ് നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു വരും. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സേവിങ്സ് എന്നായിരിക്കണം നമ്മൾ ഇനി മുന്നോട്ട് നീങ്ങേണ്ടി വരിക. ആ സേവിങ്സ് എത്രയും തീരുന്നതിന് മുന്നേ ഒരു തീരത്തെത്തും വേണം. നമ്മൾ ഇവിടെ തുടങ്ങി അവിടെ എത്തിയേ പറ്റൂ. അപ്പോൾ തോന്നി അവിടുന്ന് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു സാധനം പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കംഫർട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയ സാഹചര്യം വേണം.
അപ്പോൾ സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഡിസിഷൻ എടുത്തേ പറ്റൂ. അപ്പൊ എടുത്തു. അങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്. ഇപ്പം പല കുട്ടികളും വിചാരിക്കാറുണ്ട് ഇപ്പം നമ്മളുടെ പാസ്റ്റ് അക്കാഡമിക് പെർഫോമൻസ് നമ്മുടെ ഈ കോമ്പറ്റീവ് എക്സാമിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്തുന്ന ഒരു പരീക്ഷയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വിഷ്ണുവിന് എന്താ തോന്നുന്നത്? അതോ നമ്മുടെ ആ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഹാർഡ് വർക്ക് മാത്രമാണോ? അത് നമ്മളെ മൈൻഡ് സെറ്റ് ആണ് ശരിയായിട്ട്. അത് ഏത് പോയിന്റിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ SLC കുറച്ച് മോശമായിരുന്നു. പ്ലസ് ടു പക്ഷെ കുറച്ച് നന്നായിരുന്നു. ഡിഗ്രി ഒരു ആവറേജ് ആയിരുന്നു. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എൻ്റെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലും എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്തുള്ള മൈൻഡ് സെറ്റ് കാരണമാണ് അത് മാറിപ്പോകുന്നത്. അതിപ്പോൾ ഡിഗ്രി നമുക്ക് എക്സാം എഴുതാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഞാൻ ചോദിക്കുന്ന 60% മാർക്ക് മതി. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. ആ എക്സാമിന് നിങ്ങൾ ഓക്കെ ആയതുകൊണ്ടാണ് പറഞ്ഞ 60% മതി എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ ഏത് എക്സാമിനും വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് അവിടെ ഓക്കെ അതുവരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ബാക്കി നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അത് മാത്രമേ ആലോചിക്കാനുള്ളൂ. വേറെ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ സാഹചര്യങ്ങളും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പ്രിപ്പറേഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാം. അത്രേ ചെയ്യാവുള്ളൂ. ബാക്കിയുള്ളൊന്നും പ്രശ്നമായി പ്രശ്നം ഉണ്ടാവും, പക്ഷെ പ്രശ്നമാക്കരുത്. പിന്നെ പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ഇതുവരെ ഇപ്പൊ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ആദ്യത്തെ കുറെ എക്സാംസ് എങ്ങും ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ എത്താൻ പറ്റിയില്ല എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ പാതി വഴിക്ക് നിർത്തിയിട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. മാത്രമല്ല പലരും വിചാരിക്കുന്നത് എനിക്ക് ബിടെക്കിന് മാർക്കില്ല, അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് മാർക്കില്ല, സ്കൂളിൽ എന്റെ മാർക്ക് കുറവാണ്, അപ്പൊ എന്നെ കൊണ്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വിഷ്ണു എന്താണ് അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് രണ്ട് മൈൻഡ് സെറ്റ് ആയിട്ട് കണ്ട കണ്ട കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ചു വന്ന രീതി ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മൈൻഡ് സെറ്റ് ഉള്ള രീതിയല്ല. നമ്മളിപ്പോൾ A+ കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ സ്കോർ നോക്കുകയാണെങ്കിൽ ഫുൾ മാർക്കുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവസാനം അൾട്ടിമേറ്റ്ലി എത്തുമ്പോൾ അത് അവിടെ നമ്മൾ ആ ഓരോ സ്റ്റേജിൽ എടുക്കുന്ന ഡിസിഷനാണ് നമ്മളെ ബാധിക്കുന്നത്. അതിന് പല പല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. പല പല പോയിന്റ്സ് ഉണ്ടായിരിക്കും നമ്മൾ ആ ഡിസിഷൻ എടുക്കണേൽ. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിങ്ങിന് തയ്യാറാണ്, അല്ലെങ്കിൽ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലത് ചിലപ്പോൾ ചില സഹായങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരും. ചിലവരുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. അത് ഇപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ കഴിഞ്ഞ് ആലോചിച്ച് ഒരു 10-40 വയസ്സ് കഴിഞ്ഞ് ആലോചിച്ച് തിരിച്ചു വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവര് അതാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ശരിക്കും റിലാക്സ് ആയി പോകും. ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പഠനം കഴിഞ്ഞു, നമ്മൾ ഓക്കെയാണ്, ഡിഗ്രി നമ്മളെ കയ്യിലുണ്ട്, ഇനി നമുക്ക് സമയമുണ്ട് ഇഷ്ടംമാതിരി. പക്ഷെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ആ ഒരു പോക്കങ്ങ് പോയി പോകും. നമ്മളപ്പോ ഈ പഠനം കുറച്ചാണെങ്കിൽ തുറന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ പൊതുവെ ആ ഒരു ഫോർമാറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള മൈൻഡ് സെറ്റും സാഹചര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ചിലത് ഓട്ടോമാറ്റിക് ഉണ്ടായി വരും, ചിലത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ഡെയിലി റൂട്ടീൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? അതിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും റിവിഷൻ നടത്താനും വീഡിയോസ് കാണാനും ഒക്കെ അതെങ്ങനെയായിരുന്നു? ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു വിഷ്ണുവിന്റെ ഒരു? ടൈം മാനേജ്മെന്റ് ഞാൻ എപ്പോഴും പ്ലാൻ ഉണ്ടാക്കി വെക്കുന്ന ആളാണ്. അതിപ്പോ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് ഫസ്റ്റ് എക്സാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ എടുക്കും. അത് A4 എടുക്കും, വരട്ട് വയ്ക്കും, മാർക്ക് ചെയ്ത് വയ്ക്കും, ഇന്ന സമയത്ത് തന്നെയാണ് പഠിക്കും. ആദ്യത്തെ 2-3 ദിവസം ടിക്ക് കാണും, പിന്നെ അത് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ ഞാൻ റിലാക്സ് ആയി പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കും പോവും. അതുമാതിരി ആവരുത് ഈ ഒരു എക്സാം കൂടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ടിക്ക് ഒഴിവായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞ കുറച്ച് വിട്ടുനിന്നിട്ടാ പഠിച്ചത്. അല്ലെങ്കിൽ അതിനായിട്ടൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ട് അവിടെ പഠിച്ച്. അപ്പോൾ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഹോസ്റ്റലാണ്. രാവിലെ നേരത്തെ ലൈബ്രറി തുറക്കും, ലൈബ്രറി പോവും. ഒരു 7 മണിക്കാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ ഒന്നല്ല, അങ്ങനെ എല്ലാം നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ എല്ലാം റിസ്ക് ആയി പോകും. ഞാനിപ്പോൾ എന്തായാലും ജോലി റിസൈൻ ചെയ്തു, വേറെ പോവാനില്ല, ജോബായിട്ടേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, പഠിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ രാവിലെ നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മടുത്തു. ചിലപ്പോൾ രാവിലെ കുറച്ച് ഉറക്കം കഴിഞ്ഞാൽ ഉറക്കം വരും. അപ്പൊ ഞാൻ പരമാവധി പറ്റാവുന്ന സമയത്ത് ഉറങ്ങി ഒരു 6 മണിക്കോ 7 മണിക്കോ എണീച്ചതിന് ശേഷം നേരെ ലൈബ്രറിയിൽ പോവും. കുറച്ചു നേരം റിവിഷനാണ് ആ സമയത്ത് ചെയ്യാറുള്ളത്. ആദ്യം ഇന്നലെ പഠിച്ച വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കും. നോട്ട് എന്തായാലും എൻ്റെ കയ്യിലുണ്ട്. ആ നോട്ട് ഞാൻ എഴുതിയ നോട്ട് വായിച്ചാലേ ഞാൻ വേറെ ഒരു നോട്ടും ഈ സ്കോർ അക്കാഡമിയിലല്ലാതെ വേറൊരു ഫോക്കസ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. ഇത് എത്ര പഠിക്കാനുള്ള വെച്ചാൽ അറിയില്ല. സിലബസ് പറഞ്ഞ വൈഡാണ്.
പക്ഷെ നമുക്ക് ആവശ്യമുള്ളതേ വേണ്ടൂ. ഈ ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. വേറെ എനിക്ക് ആരോടും ബോധിപ്പിക്കാനില്ല ഞാൻ അത്ര പഠിച്ചു എന്നുള്ളതോ. അവിടെ എക്സാം വരുമ്പോൾ എക്സാമിന് ഉത്തരമൊക്കെ അറിയണം, അത്രയൊക്കെ ആവശ്യമുള്ളൂ. ആ ഒരു ഫോക്കസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അത് നമുക്ക് മറ്റേ നമ്മളെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനല്ല, ഈ ഒരു എക്സാമിൽ പെർഫോം ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മതി അത് തീരുമാനിച്ചു കഴിഞ്ഞു. അത് കുഴപ്പമില്ലാത്ത ഇവിടുത്തെ റിസൾട്ട് നമുക്ക് അറിയാലോ. നമ്മൾ റിസൾട്ട് നോക്കിയിട്ട് എന്തായാലും ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുള്ളൂ. ആ റിസൾട്ട് നമ്മൾ നോക്കിയിട്ടാണ് അതിലേക്ക് വരും ചെയ്തത്. അപ്പോൾ പഠിച്ചവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് തന്നെ പറഞ്ഞു തന്നു, ഇന്ന ഫോക്കസ് ചെയ്താൽ കഴിഞ്ഞാൽ ഇത്ര മാർക്കോളം അതിന് വരാൻ പറ്റും. അപ്പൊ അതവിടെ ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ ആവശ്യമില്ലാത്ത കുറെ സബ്ജക്ട് പഠിച്ചിട്ട് അത് നമുക്ക് അധികമായിരിക്കും, നമുക്ക് എവിടെ ഉപയോഗിക്കേണ്ട അറിയില്ല. അത് വേണ്ട വെച്ചു റിവിഷൻ ചെയ്യും. ഞാൻ എഴുതിയ നോട്ട് തന്നെ ഒന്ന് റിവൈസ് ചെയ്യും. പിന്നെ നോർമലി വീഡിയോസ് കാണും. അത് നോട്ട് അപ്പോൾ തന്നെ എഴുതി വയ്ക്കും. അത് നോട്ട് എഴുതുകൊണ്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ തന്നെ ഒരു പിന്നെ ഉച്ചയ്ക്ക് പോയി രാവിലെ പോയി ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും, നോട്ട് എഴുതും. പിന്നെ അത് തന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ തീറ്റ മടുത്തു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഉച്ചയ്ക്കാണ് ചിലപ്പോൾ മടുക്കുക. അപ്പോൾ ആൾക്കാർ സംസാരിച്ചിട്ട് 1 മണിക്കൂറോ ചിലപ്പോൾ സമയം പോയി വരും. അവിടെ തന്നെ ലൈബ്രറി പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് സംസാരിച്ച് നമ്മൾ റിലാക്സേഷന്റെ ഭാഗമാണ്. എന്നാലും തിരിച്ചു വരും, 2 മണിക്ക് തുടങ്ങും. കുറച്ച് ഉറക്കമൊക്കെ തോന്നും, എന്നാലും നോട്ടൊക്കെ ഒന്നുകൂടി എഴുതി വരും. പിന്നെയും വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും. പിന്നെ ഒരു 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണി. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനെ ദൂരത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, അവരാരെങ്കിലൊക്കെ വിളിക്കും, വീട്ടിലേക്ക് ഒന്ന് വിളിക്കും. എല്ലാവരും ഓക്കെ അല്ലേ, നമ്മളിവിടെ ഉണ്ടോ, ഓക്കെയാണ് എല്ലാം. അങ്ങനെ ഒന്ന് കണക്ഷൻ വിട്ടിട്ടില്ല ആരുമായിട്ടും. അത് വിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ പോകും. അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചു ധരിക്കാൻ വരും. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ നിർത്തും. ഈ സമയം കുറെ ഉണ്ടെങ്കിലും പഠനം ഒരു 5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ കണ്ടന്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വൃത്തിയായിട്ട് നോക്കാറുണ്ട്. ആ പഠിച്ചത് എന്താണോ അതവിടെ ഉണ്ടാവും. അതിൽ കൂടുതലൊന്നുമില്ല. ഇതിൽ നേരത്തെ പറഞ്ഞതിൽ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏറ്റവും ഇപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ വിഷ്ണു ഇങ്ങനെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെലക്ഷൻ ആണ്, കാരണം അറിയാലോ നമുക്ക് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമുമാണ്, അത്രയധികം ആൾക്കാർ ഇത് ആസ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് ഫൈനലി ഇപ്പൊ ക്വാളിഫൈ ചെയ്ത് നിൽക്കാൻ വിഷ്ണുവിനെ സഹായിച്ച വിഷ്ണുവിന്റെ ഒരു സ്ട്രാറ്റജിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സ്ട്രാറ്റജി ഏതായിരിക്കും എന്ന് പറയും? ഇപ്പൊ നേരത്തെ നോട്ട് എഴുതുന്ന കാര്യം പറഞ്ഞു, ഓൾറെഡി മാത്സ് റീസണിങ് ഒരു ബേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് ഈ ഒരു വിഷ്ണുവിന്റെ ഈ സക്സസിന് ഏറ്റവും നല്ല കാരണമായെന്ന് വിഷ്ണു വിചാരിക്കുന്നത്? അത് ഒന്നാമത് ആവശ്യമുണ്ടായിരുന്നു, അത് മെയിൻ പോയിന്റ് ആണ്. പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ പോലെ വൃത്തിയുടെ നോട്ട് ഉണ്ട്. എനിക്ക് ഏത് പോയിന്റ് വെച്ചാലും ഞാൻ മനസ്സിൽ മറച്ചു വെക്കും. എനിക്ക് എവിടെ പോയിന്റ് ചെയ്തിച്ചെന്ന് അറിയാം. ആ പോയിന്റ് ഞാൻ നോട്ട് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇവിടെ ഇന്ന പോയിന്റ് എഴുതിയിട്ടുണ്ട്. ആ നോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതായിരുന്നു. ഒരു 4 നോട്ടോളം ഞാൻ എഴുതിയിട്ടുണ്ട് ഓരോ പോയിന്റും. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് നോട്ട് മാതിരി അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരേ പോയിന്റ്സ് ആയിരിക്കും. ഈ സ്റ്റിക്ക് നോട്ട് പറഞ്ഞാൽ സെയിം പോയിന്റ് ആയിരിക്കും, പക്ഷെ അതൊന്നും ക്രിസ്പ് ആയിട്ട് ആ ഒരു പേജ് വേണമെങ്കിൽ മറിച്ചു പോവാം. ആ ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1-2 പേജിനുള്ള ഒറ്റ ചെറിയ സ്റ്റിക്ക് നോട്ടിൽ മതി. അത് എന്താ കണ്ടന്റ് നമുക്ക് കിട്ടും. നോട്ട് വളരെ പ്രധാനമാണ്. നോട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ നോൺ ടെക്കിന്റെ ഭാഗവും ഞാൻ CBT2 എടുത്തിട്ടുണ്ടായിരുന്നു, സ്കോർ അക്കാഡമിന്റെ എടുത്തായിരുന്നു. പക്ഷെ ആ നോൺ ടെക്കും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ടെക്നിക്കൽ പറഞ്ഞാൽ കൂടി അതിൽ 150 മാർക്കിൽ 50 മാർക്ക് നോൺ ടെക് ഉണ്ട്, 100 മാർക്ക് ടെക്നിക്കൽ. ടെക്നിക്കൽ നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്താലും എനിക്ക് കിട്ടിയത് ഒരു 80ന്റെ മുകളിലുള്ള 80ന്റെ അടുത്തൊരു മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോൺ ടെക്കിന്നും അതേമാതിരി നമുക്ക് വരണമായിരുന്നു. അത് വന്നാലേ നമുക്ക് റിസൾട്ടായി വരുള്ളൂ. പണ്ട് പറഞ്ഞത് 100ന്റെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞത് 100ന്റെ മുകളിലായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അത് മതിയായിരുന്നില്ല. നമുക്ക് ഒരു 110ന്റെ മുകളിലൊക്കെ കിട്ടിയാൽ ഉറപ്പിക്കായിരുന്നു. മറ്റേ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോസ്റ്റ് കിട്ടിക്കോളം നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടും. അത് നമുക്ക് ഉറപ്പിക്കണം ആയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ. അപ്പൊ നോൺ ടെക് ഒരേമാതിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നോട്ട് ഉണ്ട്, ഇതിനും അതേമാതിരി നോട്ട് ഉണ്ട്. നോട്ട് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് എന്നെ സംബന്ധിച്ചിട്ട് അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് കുട്ടികളോട്, കാരണം സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ നോട്ട് എഴുതുക എന്നുള്ളത്. വിഷ്ണുവിന് അറിയാവുന്ന പോലെ അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും നമുക്ക് അവസാനം കിട്ടുമല്ലേ? ആണ്. അത് എന്റെ ഒരു യാത്രയിൽ എനിക്ക് അതൊരു മെയിൻ പോയിന്റ് ആയിരുന്നു. അതാണ് റിസൾട്ടായി കൺവേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുള്ളത്. അത് പറ്റാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് എഴുതാതെ പഠിക്കാൻ തയ്യാറായിട്ടോ അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് നോട്ട് മസ്റ്റ് ആണ്. നോട്ട് അത് പണ്ടത്തെ ശീലമായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇതുവരെ ശീലിച്ചത് ഡിഗ്രി വരെ തന്നെ നമുക്ക് എല്ലാവരും നോട്ട് ഉണ്ടല്ലോ. ടീച്ചർമാർ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുക നോട്ട് കൊടുത്തിട്ടില്ലെന്ന് ചോദിക്കും. അതുമാതിരി ആ നോട്ട് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയി, എന്നെ സംബന്ധിച്ചത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ എപ്പോഴായിരുന്നു. എനിക്ക് എപ്പോഴും കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. കാരണം പല കുട്ടികളും നോട്ട് എഴുതാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ സമയമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് നമ്മുടെ സക്സസ് സ്റ്റോറീസിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികളും
ടോപ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവരെ സ്വന്തം കൈപ്പടയിൽ എഴുതിയുണ്ടാക്കിയ നോട്ട് ഉണ്ടായിരുന്നു. കാരണം അത്രയും നിങ്ങളെ റിവിഷൻ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു സ്റ്റഡി മെറ്റീരിയലും ഉണ്ടാവില്ല. അതുകൊണ്ട് നോട്ട് എഴുതാൻ മടിയുള്ളവർ ഇതൊന്ന് കേൾക്കുക. നോട്ട് എഴുതുന്ന ഒരു ശീലമാക്കുക. ഓക്കെ. ഇനി ഇതിൽ തന്നെ നമുക്കിപ്പോ നോട്ട്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ടെക്നിക്കൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോ സ്ഥിരമായിട്ട് തെറ്റിപ്പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഡൗട്ട് തോന്നുന്ന ഏരിയാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയാസിനെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? തെറ്റിപ്പോന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ടെക്നിക്കലി പഠിച്ചത് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ജെഇക്ക് വേണ്ടിയിട്ടാണ് ടെക്നിക്കലി പഠിച്ചത്. അതെനിക്ക് ലോക്കോ പൈലറ്റിന്റെ എക്സാം ക്ലിയർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇതേ കാര്യം വേണ്ടുള്ളൂ. ടെക്നിക്കല് നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് PSC ഇതിന്റെ കണ്ടീഷൻ അപ്പൊ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ വൃത്തിയായി പഠിച്ചു. ഞാൻ ഇതിലാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് ടെക്നിക്കലിക്ക് തെറ്റിപ്പോയിട്ട് വെക്കാൻ തെറ്റാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് കാരണം തെറ്റിപ്പോയിട്ട് ഈ എക്സാമിന് കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് പറ്റിയ തെറ്റാ. പിന്നെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ ആൻസർ കീ വന്നപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് അറിയായിരുന്നു. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർമ്മ വരില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ അതെങ്ങനെ അങ്ങനെ ആൻസർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ആ റിലാക്സ് ആയിരുന്നു. പക്ഷെ അതൊരു നമുക്ക് ആ സ്റ്റേജിൽ എത്തുമ്പോൾ ഉള്ളൊരു ടെൻഷൻ കാരണം എന്തോ ഒരു പ്രശ്നം കാരണം മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്രയും തെറ്റിപ്പോകാനുള്ള ചാൻസ് കമ്മിയാണ്. ഒരു ഐഡിയ എന്തായാലും നമുക്കുണ്ടല്ലോ. അത് ക്ലിയർ ആയി കൊണ്ടു നടക്കണമെന്നേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്താലും നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകുമ്പോൾ അത് ആൻസർ ചെയ്യാൻ പറ്റും. ചിലത് നമ്മൾ ഈ പറഞ്ഞ തെറ്റിയിട്ടാണ് കുറെ പഠിക്കുക. എല്ലാതും ശരിയായിട്ട് പഠിച്ചതല്ല. കുറെ തെറ്റുമ്പോൾ പഠിക്കും. അത് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. മോക്ക് ടെസ്റ്റ് ഞാൻ കമ്മിയായിരുന്നു എഴുതുക. പക്ഷെ കുറച്ചുകൂടി എഴുതാമെന്ന് തോന്നിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് എഴുതേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാസ്റ്റാണ് ഞാൻ കുറച്ചുകൂടി ഈ ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞ് അത് രണ്ടാമത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഉണ്ടായല്ലോ. ഒന്നാണ് CBT 2 തന്നെ ഫസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തു. രണ്ടാമത്തേനാകുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുള്ളത്. അത് അന്ന് എക്സ്റ്റെൻഡ് ചെയ്തും ചെയ്തു. നമുക്കന്ന് അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയല്ലോ. അത് നമുക്ക് ഉപകാരപ്പെട്ടു. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ. ഇപ്പൊ ടെസ്റ്റുകളുടെ ഒരു ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ടെക്നിക്കൽ ഏരിയാസിൽ എത്രത്തോളം ഉണ്ടെന്നാണ് വിഷ്ണു വിചാരിക്കുന്നത്? അതോ നമ്മൾ കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി? ടെസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ടെസ്റ്റ് മാത്രം അത് കൺസെപ്റ്റ് മാത്രം പോരാ. അവിടെ ഏതാ ക്വസ്റ്റ്യൻ വരിക നമുക്കറിയില്ല. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എന്ന് നമുക്കറിയണം. അതിന് ടെസ്റ്റുകൾ എന്തായാലും എഴുതിയേ പറ്റും. മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കൊരു ധാരണ കിട്ടും. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ചിലത് ഒരേ മാതിരി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസും ഉണ്ട്. അതൊക്കെ നമുക്ക് ചിലത് ഇപ്പോൾ 100 മാർക്കുള്ളതിൽ 100ഉം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അതിൽ തന്നെ ഒരു 60 ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് പറ്റും. അത് തെറ്റിക്കാതെ പറ്റും. 20 ക്വസ്റ്റ്യൻ ഒരു ആവറേജ്. എല്ലാവരും ഒന്ന് ആലോചിച്ച് ഒന്ന് പഠിച്ചവന് മാത്രം അത്യാവശ്യം ഒരു കൺസെപ്റ്റ് ഉള്ളത് മാത്രം കിട്ടും. 20 ക്വസ്റ്റ്യൻ ഒരു ടഫ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഓർഡർ അങ്ങനെയായിരുന്നു. അപ്പൊ ആ 20ൽ ഒരു 4-5 എണ്ണെങ്കിലും നമുക്ക് കിട്ടണം. ഒരു 80 എന്തായാലും സ്കോർ ചെയ്താലാണ് ടെക്നിക്കൽ സൈഡിൽ 100ൽ നമുക്ക് കോൺഫിഡന്റ് ആയിരിക്കാം. നമ്മൾ വേറെ ടെൻഷൻ ഉണ്ടാവും. റിസൾട്ട് വരുന്ന വരെ ടെൻഷൻ ഉണ്ടാവും. എന്നാലും നമുക്കൊരു ഉറപ്പുണ്ടാവും. ചാൻസ് ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് ഭയങ്കര ഒരു അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ അത്രയും ഈ ടഫുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത്രയും കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങുകയാണ്. അതിന് ഈ ടെസ്റ്റുകളുടെ അത്യാവശ്യമുണ്ട്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളതും ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി പഠിച്ചുകൊണ്ടിരിക്കണം. അതെന്തായാലും വേണം. 20ൽ 5 കിട്ടാനായി പറഞ്ഞു കേട്ടോ. 5 കിട്ടിയത് ബെനിഫിറ്റ് ആണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് കുറെ എക്സാമുകൾ. വിഷ്ണു, ഇപ്പൊ ഈ ഒരു നമ്മുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നമുക്ക് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും അല്ലെ? ഫിനാൻഷ്യൽ ഉണ്ടാവും, ഫാമിലി സപ്പോർട്ടിന് ഉണ്ടാവും, പിയർ പ്രഷർ ഉണ്ടാവും, ഏജിന്റെ ഒരു പ്രശ്നം വരും. അതുപോലെ തന്നെ നമുക്കൊരു സെൽഫ് ഡൗട്ടും വരും. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ വിഷ്ണു എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യുക? നേരത്തെ പറഞ്ഞു എല്ലാവരുമായിട്ടുള്ള കണക്ഷൻ, വീട്ടുകാർ, ഫാമിലി ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞു. അതല്ലാതെ ഒരു ഡെസ്പ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ആവുക? ഒരു മെന്റൽ ഹെൽത്ത് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സാർ പറഞ്ഞ ക്ലിയർ ആണ്. അത് ഓരോ സമയത്തും ഓരോ മാതിരിയാ തോന്നാറുള്ളത്. അങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു റിലാക്സേഷൻ ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി വരും. പൊതുവെ ഞാൻ അങ്ങനെ വല്ലാതെ കറങ്ങുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇത് വന്നാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാം. ചിലപ്പോൾ ഈ പ്രഷർ വന്നാൽ നമുക്ക് അറിയില്ല ഇത് എക്സാം എപ്പോഴാണ് നടക്കുക. എക്സാം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ക്ലിയർ ആകും. നമുക്ക് ഡൗട്ട് എപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് അറിയില്ല. ഏത് ക്വസ്റ്റ്യനാ വരാൻ പോണേ, എങ്ങനെയാണ് ആൻസർ വരിക, നമ്മൾ ആൻസർ എഴുതിയത് കറക്റ്റ് ആവും, ആ സമയത്ത് നമുക്ക് ആൻസർ കിട്ടുമോ, നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു സ്റ്റേജിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഓക്കെ ആയിരിക്കണം. അല്ലാതെ ആ ഒരു ദിവസം നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഓക്കെ അല്ലാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ആരും ചോദിക്കില്ല. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതോ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തതുകൊണ്ടോ റിസൾട്ടിൽ കാണണം. അപ്പോഴേ നമുക്കത് വേണം. അതൊരു ഡൗട്ടുള്ള കാര്യം തന്നെയാണ്. അത്
അത് അത് പല 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 ഘട്ടങ്ങളിൽ പല പല രീതികളിൽ അത് ഇങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടില്ല. ചിലപ്പോ സിനിമ കാണാൻ എന്തെങ്കിലും പോവും. അത് അങ്ങനെ ചിലപ്പോൾ സിനിമ കണ്ടാൽ നമുക്ക് തോന്നും അയ്യോ ഇത് ഈ സമയം പഠിച്ചാൽ മതിയായിരുന്നു. അവിടെ എത്തുമ്പോഴാണ് തോന്നുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്നുണ്ടാവും. അവിടം വരെ പോയിട്ട് ചിലപ്പോൾ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിപ്പോവും. പിന്നെ അതുമാതിരി തന്നെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫാമിലി, അതുപോലെ തന്നെ പാർട്ണർ, അത് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പിടിച്ചു നിർത്താൻ പല ആൾക്കാരും വേണം. നമ്മളൊപ്പം സന്തോഷിക്കാനും, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒപ്പം വിജയിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അൾട്ടിമേറ്റ്ലി അങ്ങനെ കുറച്ച് ആൾക്കാർ ഉള്ളപ്പോഴേ നമുക്ക് ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. നമുക്ക് നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ മുന്നോട്ട് നീങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മൾ കാരണം അവരും വിജയിച്ചു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് തോന്നും. അത്തരത്തിലൊരു അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും മോട്ടിവേഷൻ. ഓക്കെ. വിഷ്ണു നേരത്തെ പറഞ്ഞല്ലോ, വിഷ്ണുവിന് കുറച്ച് നേരത്തെ ഒരു 6-7 വർഷം നേരത്തെ തന്നെ ഈ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ജസ്റ്റ് അത് സെൽഫ് സ്റ്റഡി ആയിരുന്നെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഈ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഇപ്പം ഒന്നും അറിയില്ല, ഇപ്പൊ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ഈ എക്സാം RRB JEE പോലുള്ള ഒരു എക്സാം, അല്ലെങ്കിൽ കേരള PSCയുടെ ടെക്നിക്കൽ എക്സാം ആയിക്കോട്ടെ, ഈ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ഉപദേശമാണ് വിഷ്ണുവിന് കൊടുക്കാനുള്ളത്? കാരണം വിഷ്ണു എല്ലാ ഫേസസും കണ്ടിട്ടുണ്ടല്ലോ, എന്ത് ഉപദേശമാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ആ ഒരു ഡിസിഷൻ എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒന്നെങ്കിൽ ഇത് തന്നെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ സാലറി ബേസ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഗവൺമെന്റ് സെക്ടറിനേക്കാൾ കൂടുതൽ സാലറി തരുന്ന പ്രൈവറ്റ് സെക്ടറുകളുണ്ട്. അതിന് ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഫോക്കസ് ചെയ്ത് പോവാണ് ഏറ്റവും നല്ലത്. അല്ല, നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നാട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് ജോബാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് സീറോ തന്നെയാണ് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു സ്റ്റേജിൽ നിന്നും ആരും സ്റ്റാർട്ട് ചെയ്തില്ല. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറോ ആയിരുന്നു. പിന്നെയാണ് നമ്മൾ ആഡ് ആയി വരുന്നതും. അതൊരു കറക്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ഫോക്കസ് ആയിരിക്കുക. പക്ഷേ ചെറിയ ജോബിന് വേണ്ടിയിട്ട് നിങ്ങളെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്യരുത്. എത്ര പറഞ്ഞാലും അത് ചിലപ്പോൾ ചിലവർക്ക് അവരവരുടെ റിയൽ ലൈഫിൽ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് റിയൽ ലൈഫിൽ മനസ്സിലായ ആളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞാലും ചിലവർക്ക് ഇപ്പം മനസ്സിലാവില്ല. ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അപ്പം ചെയ്യേണ്ടായിരുന്നു. അത് ഇപ്പം ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. അത് പരമാവധി മുന്നോട്ട് നമ്മൾ ആ റിസൾട്ട് എത്തുന്നവരെ പിടിച്ചുകൊണ്ട് പോവുക. എല്ലാവരും എല്ലാം ഓക്കെ ആയിട്ടൊന്നല്ല പോകുന്നത്. പല സ്റ്റേജിൽ പല പല പ്രശ്നങ്ങൾ പലർക്കും വന്നിട്ടുണ്ടാവും. പക്ഷേ അവസാനം എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് വന്നു നിങ്ങൾക്ക് തന്നെ തോന്നും. അത് ഭയങ്കര ഒരു പല പ്രശ്നങ്ങളും ഇല്ലാതെയാവും. ആ അതെ, നമ്മൾ ഇതുവരെ കണ്ട പ്രശ്നങ്ങളൊക്കെ നമുക്കത് ഒന്നും പ്രശ്നമില്ലാതെ മാറും. നമ്മൾ നേരെ തിരിയും. ജീവിതവും നമ്മളെല്ലാം മൊത്തത്തിലൊരു മാറ്റം വരും. ഇപ്പൊ വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ റിസൈൻ ചെയ്ത് ഫുൾ ടൈം പഠിക്കുകയായിരുന്നു. ഈ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുമോ? വിഷ്ണു എന്തുകൊണ്ടാണ് അങ്ങനെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം പഠിക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ചില പല പല പോയിന്റ്സും ഉണ്ടായിരിക്കും. അത് വർക്ക് പ്രഷർ, ചിലർ വർക്ക് കഴിഞ്ഞാൽ വർക്ക് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരാവില്ല. വർക്ക് ഒപ്പം ഉണ്ടാവും. നമുക്ക് 24 മണിക്കൂർ വർക്ക് നമ്മൾ ഫിസിക്കലി കാണില്ലെങ്കിൽ കൂടി അതവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് വർക്കിന്റെ ഒപ്പം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വർക്കിന്റെ ഒപ്പം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലപ്പോൾ കുറച്ച് ടൈം അവർ അധികം എടുത്തു വരും. അവർക്ക് അത്ര ടൈമേ ഉള്ളൂ. വർക്ക് നടക്കുന്നുണ്ട്, ഫാമിലി ലൈഫ് മുന്നോട്ട് പോകണം. അതിൽ പല പല ആൾക്കാരെ അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അല്ല, ബുദ്ധിമുട്ടല്ല, അവർക്കത് സാധിക്കുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ജോബിന്റെ ഒപ്പം തന്നെ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന, അതിനേക്കാൾ കൂടുതൽ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ, ഞാൻ ഇപ്പോൾ ഇതിന്റെ മെഡിക്കലിന് പോയിരുന്നു. CBT2 കഴിഞ്ഞു. ഒരു മെഡിക്കൽ വരുന്നുണ്ടല്ലോ. ആ ടൈമിൽ കുട്ടിയും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് വന്ന ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് അവരെത്രത്തോളം സ്ട്രഗിൾ എടുക്കണം. നമ്മളിപ്പോ ഞാൻ ജോബ് അടക്കം ഉപേക്ഷിച്ച് ഒരു പണിയില്ലാത്ത രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവര് വർക്കിംഗ് ആയിരുന്നു. ആൾറെഡി ഒരു വർക്കിംഗ് ലേഡിയാണ്. അതിന്റെ ഒപ്പം കുട്ടിയുണ്ട്. പിന്നെ അതിന്റെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ ഒപ്പം പഠിച്ച് സമയത്ത് എത്തിച്ചവർക്ക് ഈ ഒരു റിസൾട്ട് മാത്രമല്ല വേറെ പല ലിസ്റ്റിൽ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവര് വർക്ക് ചെയ്യാൻ തയ്യാറായ ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ IQ ലെവൽ ആയിരിക്കും കേട്ടോ അതിന്. അങ്ങനെയുണ്ട്. വർക്ക് കുറച്ചെടുത്താലും അത് റിസൾട്ടായി കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന IQ ഉള്ള ആൾക്കാരുണ്ട്. അല്ല, അങ്ങനെ പറ്റാത്തവരെ സംബന്ധിച്ചിട്ട് അവര് ഫുൾ ടൈം പഠിക്കാൻ തയ്യാറാണ്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എക്സാമിനാണ്, ക്വാളിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചാൽ കുറച്ച് നന്നായിരിക്കും. പക്ഷെ വർക്കിന്റെ ഒപ്പം അത് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഉപേക്ഷിച്ച് വരണം എന്നുള്ളത്. അതിന് കഴിഞ്ഞ് കുറച്ച് ടൈം കണ്ടെത്തേണ്ടി വരും. മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാനേജ് ചെയ്യാം. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ. വിഷ്ണുവിന്റെ ഈ ഒരു സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്
ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എപ്പോഴായിരുന്നു? അതായത് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, ഇത് നിർത്താം, എന്റെ ഡിസിഷൻ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മോക്ക് എഴുതുമ്പോൾ നമ്മളെ മാർക്ക് കുറയുമ്പോഴായിരിക്കാം. അങ്ങനെ പല സിറ്റുവേഷൻസ് വരുമല്ലോ. നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആവാറുണ്ട്, എല്ലാവരും ആവാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്തു? അത് മെയിനായിട്ട് റിസൾട്ട് വരാൻ വൈകുമ്പോഴാണ് പേടി. ഇത് വരുവോ? ഇത് വന്നു കഴിഞ്ഞാൽ എന്താവും? വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറെ ചിന്തകൾ കൂടിപ്പോവും. അവിടെയാണ് ശരിക്കും നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ആ ഒരു ചിന്തകൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് നമുക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഫോക്കസ് ആയിട്ട് പഠിക്കാന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ പഠിച്ചുകൊണ്ട് മാത്രം അങ്ങനെ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ്സ് പരമാവധി എപ്പോഴും പോയിന്റ്സ് വരും, പക്ഷെ അതിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഡിപ്പ് വരുന്ന കാര്യം പോയിന്റ്സ് ഒക്കെ വളരെ കുറവായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആലോചനകൾ കുറച്ച് കുറയ്ക്കുക. നമ്മളെന്തായാലും ഉദ്ദേശിച്ചു കഴിഞ്ഞു, അതിന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, അതിന് വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് കാണുക. ഇത് എപ്പോഴും പറ്റിയില്ലെങ്കിലും അതാണ് നമ്മൾ മെയിനാന്ന് മനസ്സിലാക്കുക. ബാക്കിയൊക്കെ അതിന്റെ ഒപ്പം വന്നോളും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ നടന്നാൽ മതി, പിന്നെ കുറെ കാര്യങ്ങൾ ഒപ്പം വന്നോളും. അതിനു വേണ്ടി നമ്മൾ നടക്കാൻ തയ്യാറാണെന്ന് ഉറപ്പിക്കുക. നമ്മൾ നടക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി റിസൾട്ട് ഇല്ലെങ്കിൽ കൂടി ഞാൻ എന്റെ വർക്ക് എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എനിക്ക് കിട്ടില്ലായിരിക്കും, പക്ഷെ കിട്ടാനും സാധ്യത ഉണ്ട് അവിടെ. ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടാനില്ല. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ നമ്മൾ നടന്നാൽ മതി, ബാക്കിയൊക്കെ റെഡി ആയിക്കോളും. പിന്നെ ഈ എക്സാമിനെ അപ്രൂവ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കാരണം എക്സാമിന് നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തു. കാരണം നമ്മളൊരു കുറേ നാള് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മുടെ ടൈമും കാശും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ എക്സാം എന്തായാലും ക്ലിയർ ചെയ്തേ പറ്റൂ എന്നൊരു മൈൻഡ് സെറ്റോടുകൂടി ആയിരിക്കും നമ്മൾ പോവുക. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രഷറും ആയിരിക്കും നമുക്ക്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കാരണം നമ്മൾ പ്രഷർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു മാർക്കിലും കുറയാനേ സാധ്യതയുള്ളൂ. അതെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തത്? അത് ഹാൻഡിൽ ചെയ്ത് വെച്ചാൽ കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എന്തായാലും. നോർമലി നമ്മളാ കൂട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, അയ്യോ ഇത്രയധികം ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ CBT 1 പോകാൻ നമുക്കറിയാം, കുഴപ്പമില്ലാതെ കുറച്ച് പേരൊക്കെ എന്തായാലും പോവും. നമ്മൾ CBT 1 ക്ലിയർ ആവുന്നു. CBT 1 കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി CBT 2 ടെക്നിക്കലി ഇല്ല. വെറും നമുക്ക് നോൺ ടെക് മാത്രമേ ഉള്ളൂ. അത് തന്നെ മാത്സും റീസണിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, പിന്നെ സയൻസും നമുക്ക് ഓക്കെയാണ്. ഞാൻ RRBയുടെ ഫോക്കസ് ചെയ്താ പറയുന്നത്. RRB JEEയുടെ കൺസെപ്റ്റ് പ്രകാരം അതിൽ നമുക്ക് CBT 1, പക്ഷെ CBT 1 ഇമ്പോർട്ടന്റ് ആണോ വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ ഫുൾ മാർക്ക് ഉണ്ടെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ CBT 1 മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും എന്നാലും നമുക്ക് കിട്ടുന്നത് തോന്നുന്നുണ്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു ആ ടൈം. പക്ഷെ CBT 2 വരുമ്പോൾ എല്ലാവരും പക്ഷെ CBT 2 ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കമ്മിയാണ്. എന്ന് പറഞ്ഞാൽ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേര് CBT 2 അപ്പിയർ ചെയ്യാൻ വരും. അത് നോർമലി ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബാങ്കിലുള്ള ആൾക്കാർക്കും കിട്ടും. എന്ന് പറഞ്ഞാൽ മാത്സും റീസണിങ്ങും അവരേലുണ്ട്, ഇംഗ്ലീഷ് ഇപ്പോൾ രണ്ടിനും വേണ്ട. SSCക്ക് ആണെങ്കിലും സയൻസ് ഒരു ധാരണ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ CBT 1 ക്വാളിഫൈ ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും. CBT 2 നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്യാൻ പറ്റുക വെച്ചാൽ കുറച്ച് കാര്യങ്ങൾക്ക് റിലാക്സ് ആണ്. ടെക്നിക്കൽ നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അവിടെ ഉണ്ട്, നമുക്കറിയാം. അപ്പൊ നമുക്ക് കുറച്ച് റിലാക്സ് ആവാം നമ്മൾ പഠിച്ചെങ്കിൽ. പിന്നെ നോൺ ടെക്കിന്റെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലൊക്കെ 50 മാർക്കിൽ 30ന്റെ മുകളിൽ 35 മാർക്ക് വരെയൊക്കെ അത് ഒരു നോർമലി പഠിച്ച ഒരാളെ സംബന്ധിച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അങ്ങനെ കണ്ടീഷൻസ് കൊണ്ട് നമ്മൾ സമാധാനപ്പെടുത്തിയിട്ട് വേണം കയറാൻ. സമാധാനക്കേട് വരും വെച്ചാൽ ചില കണ്ടീഷന് വരും. നമുക്ക് അവിടെ ആൾക്കാരെ കൂട്ടം കാണുമ്പോൾ എന്തായാലും ഇത്രയധികം ആൾക്കാരെ കോമ്പറ്റീഷന് വരുന്നുണ്ട്, വളരെ കുറച്ച് പോസ്റ്റേ ഉള്ളൂ. അത് റേഷ്യോ നോക്കുമ്പോൾ ആദ്യം 1:15 ആണ്, രണ്ടാമത്തിൽ 1:8ന്റെ അടിയിൽ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടി 8 പേര് മത്സരിക്കുന്നുണ്ട്. അതും മോശക്കാരല്ല, CBT 1 പാസ്സായി വന്ന ആൾക്കാരാണ്. അതില് നമ്മൾ ടെക്നിക്കൽ ആർക്കൊക്കെ ഉള്ളത് നമുക്കറിയില്ല. നമ്മൾ ഉദ്ദേശിച്ച പോസ്റ്റിനാണോ എല്ലാവരും കോമ്പറ്റീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ കുറയും. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കും, പോസ്റ്റിന്റെ എണ്ണം കുറയും. അപ്പോ പ്രഷർ ഉണ്ടോ വെച്ചാൽ പ്രഷർ ഉണ്ട്. പക്ഷെ നമ്മൾ സമാധാനങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പോ നമ്മൾ കണ്ടെത്താൻ ഇങ്ങനെ ആൾക്കാർ പോവാണ്ട്, അപ്പൊ നമ്മൾ പഠിക്കുക. നമ്മൾ പഠിച്ചത് നമ്മളെ കയ്യിലുണ്ട്, അങ്ങനെ റിലാക്സ് ചെയ്ത് പോവുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റിലാക്സ് ആവും. പിന്നെ RRBയുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സാമിന് മുമ്പ് നമുക്ക് ഇത് എക്സാം നടക്കണം എന്നുള്ളൊരു ആ ഒരു പേടി. എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, നമ്മുടെ ഭാഗത്തുനിന്നോ അവരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും മിസ്സിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി താങ്ങാൻ പറ്റില്ല. നമ്മൾ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു പേടി ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ ഞാൻ കുറച്ച് എക്സാം എഴുതി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊരു കുഴപ്പമില്ലാതെ നമുക്ക് എക്സാം അത്ര വലിയ ടെൻഷൻ ഇല്ലാതെ എഴുതാൻ പറ്റി അന്ന്. ആ ഒരു ഡേ ഓക്കെ ആയിരുന്നു. ആ ഡേ ഓക്കെ ആവാന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാവരും പറയുന്ന മാതിരി തലേദിവസം എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എത്തിപ്പെടുക, കുറച്ച് ദൂരത്താണെങ്കിൽ തലേദിവസം തന്നെ പോവുക. പിന്നെ എത്രയും നേരത്തെ എത്താൻ പറ്റുമെങ്കിൽ നമുക്ക് വല്ലാതെ റഷ് ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ ആകെപ്പാട് ടെൻഷൻ ആവും. അത് ഒഴിവാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ തലേദിവസം എത്താൻ, വേണമെങ്കിൽ എക്സാം സെന്റർ ഒന്ന് പോയി നോക്കുക. സ്ഥിരമായിട്ട് എഴുതുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന എക്സാം സെന്ററിൽ പോയി എഴുതുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല.
അപ്പോൾ അങ്ങനെ റിലാക്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ടിൽ കാണും. നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ അന്നത്തെ ദിവസത്തിന്റെ ആയിരിക്കും ചിലപ്പോൾ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതുവരെ പഠിച്ചത് വേണ്ടെന്നല്ല, അത് എന്തായാലും വേണം. അതിന്റെ ഒപ്പം ആ ഡേയും കൂടി നമ്മുടെ ആവണം. ആ ദിവസം നമ്മുടെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണ്. എന്തായാലും ഓക്കെ ആയിരിക്കും. വിഷ്ണു നേരത്തെ പറഞ്ഞല്ലോ ഒരു ടെക്നിക്കൽ എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് RRB JEE ആണ്. അപ്പൊ ടെക്നിക്കൽ JEEക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സിലബസ് കവർ ചെയ്യാനുള്ള വിഷ്ണുവിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? അത് നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് അറിയാം, കുറച്ചുകൂടി കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും വരിക സാധാരണ രീതിയിൽ. അപ്പൊ ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പൊ അതുപോലെ തന്നെ അത് ഓർത്തിരിക്കാനും അതിന്റെ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? ഇല്ല, നമ്മൾ തിരിച്ച് ഡിഗ്രി ലെവലിലേക്ക് ഒന്ന് തിരിച്ചു നോക്കേണ്ടതേ ഉള്ളൂ. നമ്മൾ പണ്ട് പഠിച്ച കുറെ കാര്യങ്ങളാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അന്ന് ഇത്ര ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഓർമ്മയില്ലാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പോൾ സാർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പറഞ്ഞു തരും. പിന്നെ അടുത്ത് AC ആണെങ്കിൽ AC ഫണ്ടമെന്റൽസ് വരും. പിന്നെ അടുത്ത് എങ്ങനെ വന്ന് ലാസ്റ്റ് നമുക്ക് മെഷീൻസിൽ എത്തുള്ളൂ. അതിന്റെ മുന്നേ മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ IE റൂൾസ് ഉണ്ട്. അങ്ങനത്തെ നമ്മളെല്ലാ പോയിന്റ്സും ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ബേസ് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ മെഷീൻസ് മാത്രം ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മെഷീൻസിന്റെ ബേസ് വരുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിനെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത് ബേസ് ക്ലിയർ ആക്കാൻ പരമാവധി ശ്രമിക്കുക. അത് ബേസ് സിമ്പിൾ ആയിരിക്കും. ശരിക്കും എല്ലാറ്റിന്റെയും ബേസ് സാറ് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും സിമ്പിൾ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അല്ല, നമുക്കത് വരണം. നമുക്കതൊരു കൺസെപ്റ്റ് ക്ലിയർ ആയാലേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഇതിൽ എന്തെങ്കിലും ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആകുമ്പോൾ ആലോചിക്കും അത് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് റൊട്ടേഷൻ ഇങ്ങനെ ആകുമ്പോൾ ഏത് ഡയറക്ഷനാണ് വരിക, അല്ലെങ്കിൽ അത് എവിടെയാണ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ വരിക, അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ചില മെഷർമെന്റ്സിൽ നമ്മൾ വരുമ്പോൾ സർക്യൂട്ട് എവിടെയെങ്കിലും ഒരു സ്പ്രിങ് പോയി കഴിഞ്ഞാൽ അത് റീഡിങ് വരുമോ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബേസ് എന്താണെന്നുള്ള ഒരു ധാരണ, ബേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഒരു ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ എവിടെന്നെങ്കിലും ഒരു സെക്ഷൻ മാത്രം പഠിച്ചു, അതൊക്കെ ഞാൻ മുന്നേ ചെയ്ത് അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അത് മാത്രം, മുന്നേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നത്തെ സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അത് മാത്രം നോക്കും. പക്ഷെ അത് നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മളത് മറന്നു പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് മറന്നു ഇത് എന്താന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒരു നോട്ടിന്റെ കാര്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്. എനിക്ക് അതുണ്ടെങ്കിലേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് അതേ സാധിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അത് അതിൽ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ്, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അത് തിരിച്ചു വരാൻ പറ്റും. ബേസ് ക്ലിയർ ആക്കി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓർത്തെടുക്കാൻ അത്ര സമയം എടുക്കില്ല. പിന്നെ റിവിഷൻ എന്തായാലും അതെല്ലാവരും പറയുന്ന പോലെ തന്നെ റിവിഷൻ വേണം. റിവിഷൻ എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ രീതിയിൽ വ്യത്യാസമായിരിക്കും. ഞാൻ വായിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞ സ്റ്റിക്ക് നോട്ട് ഉണ്ടാക്കും. വായിക്കാനല്ല, രാവിലെ ജസ്റ്റ് ഒന്ന് മറച്ചു വെക്കും. പക്ഷെ അത് ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് നോട്ട് ആയിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് എഴുതണം. അത് എഴുതിയാലേ നമുക്ക് എഴുതുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ മനസ്സിലും കൂടി എഴുതി വെക്കണം. വൈകൊണ്ട് മാത്രമല്ല, അവിടെ അങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് അവിടെ ആ പോയിന്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായും ബേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് ബേസ് ക്ലിയർ ടോപ്പിക്ക് പോകുമ്പോൾ സൗകര്യമായിരിക്കും. അതവിടെ ഉണ്ട്, അതുകൊണ്ട് ഇതാണ്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എവിടെ നിന്ന് എന്താ തുടങ്ങിയെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതിനങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. അത് സ്കോർ അക്കാഡമിയുടെ ക്ലാസ്സും അങ്ങനെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യണം. സാറ് പറയുമ്പോൾ തന്നെ ടൈം ടേബിൾ ഇടുമ്പോൾ തന്നെ ബേസ് ക്ലിയർ ചെയ്തിട്ടല്ലേ പോവുക. അപ്പോൾ അത് ഫോക്കസ് ചെയ്താൽ മതി. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ ബുക്കോ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഒന്നാമതെനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് സഫീഷ്യന്റ് ആയിരുന്നു. അതിൽ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു. ചെറിയ ചെറിയ പോയിന്റ്സ് അടക്കം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി വെച്ചേക്കാ പറഞ്ഞത് റിസൾട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് മെമ്മറൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഞാൻ അങ്ങനെ സർവോ മോട്ടറിന്റെ ആണോ അങ്ങനെ എന്തോ പോകുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ഒക്കെ ആയിരുന്നത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ സാർ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ വരാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് പറഞ്ഞത് സാധനമായിരുന്നു. പക്ഷെ അത് ക്വസ്റ്റ്യനിൽ വന്നായിരുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു നേരത്തെ പറഞ്ഞല്ലോ കോച്ചിങ് ഒന്നും എടുക്കാതെ സ്വന്തമായിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു ആദ്യത്തെ എക്സാംസ് എല്ലാം എഴുതിയെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ കോഴ്സ് എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ അഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടോ? അതൊന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ സാറോട് പറഞ്ഞ ഈ കോഴ്സ് എടുക്കാൻ കാരണം ആദ്യം നിങ്ങളുടെ ടൈം ടേബിൾ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സിലബസ് ക്ലിയർ ആയി പറഞ്ഞിരുന്നു. അതിലെങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെന്ന്, ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, അതൊക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രത്തോളം പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതിൽ ഏതൊക്കെ പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നമുക്ക് എത്ര നോക്കിയാലും നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ നമ്മൾ എത്ര സെൽഫ് പ്രിപ്പറേഷൻ നടത്തിയാലും ചില പോയിന്റ്സ് വിട്ടുപോകും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരാൾ എന്തായാലും നമ്മളിപ്പം വേണം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്തായാലും ഓർമ്മപ്പെടുത്തലല്ല, പോയിന്റ്സ് മൊത്തം നമുക്ക് കവർ ചെയ്ത് തന്നിരുന്നു. അപ്പൊ നമുക്ക് ആ വിട്ടു പോകുന്ന പോയിന്റ്സ് ക്ലിയർ ചെയ്തേ പറ്റൂ. അത് നമുക്ക് എക്സാം റിസൾട്ട് വരുമ്പോൾ അത് ക്ലിയർ ആയി മനസ്സിലാവും. അപ്പൊ അതിന് ഒരു കോഴ്സ് എന്തായാലും അത്യാവശ്യമാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആയി തോന്നിയത് സ്കോർ അക്കാഡമിയുടെ കോഴ്സിലെ എല്ലാം ഇൻക്ലൂഡ് ആണ്. സാറ് സിലബസ് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നമുക്ക് പഠിപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മൾ ഓക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവര് കോൺഫിഡന്റ് ആയിരിക്കണം എന്താ പഠിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട്.
അത് ആ സിലബസ് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണ്. ഇതിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ സ്റ്റേജിലും ഓരോ എക്സാമിനും റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ ക്ലിയർ ആണ്. അപ്പോൾ ഏത് ഫോക്കസ് ചെയ്താലാ നമുക്ക് റിസൾട്ട് കിട്ടാന്ന് അതിൽ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അത്രയും വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാവുന്ന ഒരാള് പഠിപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ പഠിച്ചാൽ പോരെ. ഓക്കെ. അപ്പോൾ അതെനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്കോർ അക്കാദമിയെ അപ്രോച്ച് ചെയ്യുന്നതും ആ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അത് എനിക്ക് ഈ ഒരു റിസൾട്ട് വരുമ്പോഴും അത് ഓക്കെ ആയിരുന്നു. ആ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് അതിന്ന് കിട്ടുകയും ചെയ്തു. ഓക്കെ. അപ്പൊ ഈ വിഷ്ണു ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ എത്താനായിട്ട് ഒരുപാട് നൂറുകണക്കിന് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അതേ ആൾക്കാർക്ക് തന്നെ ഒരുപാട് സംശയങ്ങളും ഉണ്ടാവും. അതായത് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ കൺസേൺസ് ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? അങ്ങനെ ഒറ്റ വാക്കിൽ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇതിൽ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതാണ് എന്റെ പോയിന്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്. അങ്ങോട്ട് ഓടിക്കോളുക. അതിൽ കൂടുതൽ സംശയങ്ങൾ വെച്ചിട്ട് നമുക്ക് അവിടെ സംശയം കൊണ്ട് നമ്മൾ നിന്നു പോകും. അത് ഏത് പോയിന്റ് ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കാം, ചിലപ്പോൾ നേരത്തെ ആയിരിക്കാം. ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നത്, അല്ലെങ്കിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ ഇതാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ ഓക്കെ ആണ്, ആ പോയിന്റ് എവിടെയാണോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ രണ്ടാമത് ആലോചിക്കാൻ നിൽക്കരുത്, മുന്നോട്ട് പോവുക. അത്ര മാത്രമേ പറയുള്ളൂ. അത് എവിടെയെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ഒരു 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തീർക്കാൻ പറ്റും എന്തായാലും. നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ലോങ് റണ്ണിൽ നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ജീവിതകാലം കൊണ്ടുനടക്കാൻ പറ്റാവുന്ന, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോബാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അതെനിക്ക് കിട്ടിയതിനെ ആലോചിക്കുക, എന്നിട്ട് മുന്നോട്ട് നീങ്ങുക. അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. അതിൽ നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ആലോചിക്കുക. അത് നമ്മുടെ ജോബാണ് മനസ്സിലാക്കുക. ഞാൻ ആ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാർട്ട് ഇനീഷ്യൽ സ്റ്റേജ് നമുക്കൊന്നും ഇല്ല, ഇൻകം ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ആ വർക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കിട്ടാൻ പോകുന്ന ജോലി ഞാൻ എപ്പോഴോ തുടങ്ങി കഴിഞ്ഞു. പക്ഷെ എനിക്ക് സാലറി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷെ ഇനി എനിക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ആ വർക്കിന്റെ റിസൾട്ട് കുറച്ച് വൈകിട്ടാണ് കിട്ടും. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് നീങ്ങുക. തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയൂ. ഏത് സ്റ്റേജിലാണെങ്കിലും. ഒരു വൈകിയ സ്റ്റേജിലാണെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ 22ാമത്തെ വയസ്സിൽ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി മുന്നോട്ട് പോയാൽ ചെയ്യാൻ പറ്റില്ല. മുന്നേക്കേ നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും. എനിക്ക് തിരിഞ്ഞു നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുന്നോട്ട് നോക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു ഫോക്കസിൽ പോവുക. കിട്ടും, എല്ലാവർക്കും കിട്ടും. അത് ഒന്ന് പരിശ്രമിക്കാൻ തയ്യാറായ എല്ലാവർക്കും ജോബ് ഉണ്ട്. ശ്രമിക്കാത്ത ആൾക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പോയിന്റ് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടാണ് നമുക്കത് കിട്ടാതെ പോയത്. അത് പിന്നെയും തിരിച്ച് പോകാൻ അവസരം ഉണ്ടെങ്കിൽ പോവുക, തീർക്കുക. ആ പരിപാടി അവിടെ വെച്ച് തീർക്കുക.